ഹായ് ഹലോ ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്വിറ്റ്സർലൻഡിലെ ലൊക്കാർണോയിൽ നിന്ന് ഇറ്റലിയിലെ ഡൊമോഡോസോളയിലേക്കുള്ള സെൻട്രോ വാലി പ്രകൃതിരമണീയമായ ട്രെയിൻ യാത്രയാണ്. ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ഓൾറെഡി കവർ ചെയ്തൊരു ഭാഗമാണ് ആ ചുമന്ന ലൈനിൽ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ നീല ഭാഗമാണ് ഈ ഇതിൽ കാണുന്നത്. മൂന്നാമത്തെ മഞ്ഞ കളറിലുള്ളത് അടുത്ത വീഡിയോയുമാണ്. നമ്മൾ നേരത്തെ 2 ഭാഗമാക്കാമെന്നാണ് കരുതിയത്, പക്ഷേ നോക്കിയപ്പോഴത്തേനും അത് സ്വല്പം ലെങ്ത് കൂടിയുണ്ട്. നമ്മൾ 3 ഭാഗമാക്കി. ആദ്യത്തെ ഭാഗം സ്വിറ്റ്സർലൻഡിലൂടെയും 2-3 ഭാഗങ്ങൾ ഇറ്റലിയിലൂടെയുമാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സ്വിസ് പട്ടണമായ ലൊക്കാർണോയെയും ഇറ്റാലിയൻ പട്ടണമായ ഡൊമോസോളയെയും ബന്ധിപ്പിക്കുന്ന സെൻട്രോ വാലി സീനിക് ട്രെയിൻ യാത്ര യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ ട്രെയിൻ അനുഭവങ്ങളിലൊന്നാണ്. സെൻട്രോ വാലി അല്ലെങ്കിൽ 100 താഴ്വരകൾ എന്ന് സ്നേഹപൂർവ്വം അറിയപ്പെടുന്ന ഈ റൂട്ട് പരുക്കൻ പർവ്വതങ്ങളും സമൃദ്ധമായ താഴ്വരകളും ആകർഷമായ ഗ്രാമങ്ങളും കൊണ്ട് വിസ്മയിപ്പിക്കുന്ന ഭൂപ്രകൃതിയിലൂടെ സഞ്ചരിക്കുന്നു. ഈ യാത്രയുടെ ചരിത്രപരവും ഭൂമിശാസ്ത്രപരവും സാംസ്കാരികമായ പ്രാധാന്യം വീക്കാനം പര്യവേഷണം ചെയ്യുന്നു. ഒപ്പം അത് ശ്രദ്ധേയമാക്കുന്ന എഞ്ചിനീയറിംഗ് വിജയങ്ങളെക്കുറിച്ചും യാത്രക്കാരുടെ അനുഭവങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ ഒരു മനോഹരമായ യാത്ര നമുക്ക് പ്രദാനം ചെയ്യുന്നു. സെൻട്രോ വാലി റെയിൽവേ ലൊക്കാർണോയിൽ നിന്ന് ഡൊമോഡോസോളയിലേക്ക് പോകുമ്പോൾ ക്രമേണ വികസിക്കുന്ന ആശ്വാസകരമായ പനോരമയാണ് യാത്രക്കാർക്ക് ലഭിക്കുന്നത്. വികാസോ താഴ്വരയിലൂടെയുള്ള ട്രെയിൻ യാത്ര വെറുമൊരു ഗതാഗത മാർഗമല്ല, പ്രകൃതിയും വാസ്തുവിദ്യയും തടസ്സങ്ങളില്ലാതെ ഇഴുകിച്ചേരുന്ന ഒരു ആഴത്തുള്ള അനുഭവമാണ്. സാന്താ മരിയ മഗ്യോർ സ്റ്റേഷനെ സമീപിക്കുമ്പോൾ ഈ വിവരണം ആകർഷകമായ കാഴ്ചകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പ്രത്യേകിച്ച് മനോഹരമായ ഗ്രാമവും റെയിൽവേയുടെ ഇടതുവശത്തുള്ള മനോഹരമായ കെട്ടിടങ്ങളും. യാത്ര തുടങ്ങുമ്പോൾ മെഡിറ്ററേനിയൻ മനോഹാരിതയ്ക്കും അതിശയകരമായ തടാക കാഴ്ചകൾക്കും പേരുകേട്ട ലൊക്കാർണോയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. ട്രെയിൻ പുറപ്പെട്ടപ്പോൾ ലാൻഡ്സ്കേപ്പ് രൂപപ്പെട്ടു. മഗ്യോർ തടാകത്തിൻ്റെ തിളങ്ങുന്ന തീരങ്ങളിൽ നിന്ന് വികാസോ താഴ്വരയിലെ പച്ചപ്പ് നിറഞ്ഞ കുന്നുകളിലേക്ക് മാറുന്നു. മനോഹരമായ കാഴ്ചകളും വിചിത്രമായ ഗ്രാമങ്ങളും കണ്ടെത്താനുള്ള പ്രതീക്ഷയോടെ ട്രാക്കുകളിൽ ട്രെയിൻ ചക്രങ്ങളുടെ ശബ്ദം പ്രതിധ്വനിക്കുന്നു. വികാസോ വാലി അനാവരണം ചെയ്ത് വളഞ്ഞു പുളഞ്ഞ പാളങ്ങളിലൂടെ ട്രെയിൻ കടന്നു പോകുമ്പോൾ താഴ്വര അതിൻ്റെ സ്വാഭാവികത വെളിവാക്കാൻ തുടങ്ങുന്നു. ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ ഭൂപ്രകൃതിയെ തൊഴുന്നു. കൊടുമുടികൾ പലപ്പോഴും മൂടൽ മഞ്ഞുകൊണ്ട് കിരീടമണിയുന്നു. ഇത് ഒരു ആകർഷണീയത സൃഷ്ടിക്കുന്നു. സമൃദ്ധമായ പച്ചപ്പ് ചൂടുള്ള മാസങ്ങളിൽ കാട്ടുപൂക്കളാൽ നിറഞ്ഞിരിക്കുന്നു. മലഞ്ചെരിവുകൾ ചടുലമായ നിറങ്ങളിൽ ചായം പൂശുന്നു. ചുറ്റുപാടുള്ള ഭൂപ്രകൃതിയെ പ്രതിഫലിക്കുന്ന ശാന്തമായ വെള്ളത്തിനൊപ്പം മെല്ലേസോ നദിയുടെ മൃദുവായ ഒഴുക്ക് താഴെ കാണാൻ കഴിയും. സാന്താ മരിയ മഗ്യോറിനെ സമീപിക്കുന്നു. ട്രെയിൻ സാന്താ മരിയ മഗ്യോറിനെ സമീപിക്കുമ്പോൾ കാത്തിരിപ്പ് വർദ്ധിക്കുന്നു. ഗ്രാമത്തിൻ്റെ ആദ്യ നോട്ടം മോഹിപ്പിക്കുന്ന ഒന്നല്ല. പച്ചപ്പ് നിറഞ്ഞ് കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമത്തിൻ്റെ സവിശേഷത അതിൻ്റെ വിചിത്രവും എന്നാൽ അതിശയിപ്പിക്കുന്നതുമായ വാസ്തുവിദ്യയാണ്. തീവണ്ടിയുടെ ഇടതുവശത്തുള്ള കെട്ടിടങ്ങൾ പ്രകൃതിദത്തമായ ഭൂപ്രകൃതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. നമ്മുടെ ഇവിടെ ചായ എന്ന് പറഞ്ഞ് വരുന്ന പോലെ അവിടെ ട്രെയിനിലും ഈ സാധനങ്ങളൊക്കെ ഫുഡ് ഐറ്റംസൊക്കെ വിൽക്കാൻ ഈ റൂട്ടിൽ ഈ മിക്കവാറും ഇറ്റാലിയൻ സൈഡിൽ ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഒരു ലേഡി വന്ന് വിളിച്ചു പറഞ്ഞ് പോയതാണ് ഇപ്പം നിങ്ങൾ കേട്ടത്. ഈ ഭാഗത്തെ ഒരു പ്രത്യേകത പരമ്പരാഗതമായ ശിലാഭവനങ്ങളാണ്. കണ്ണുകളെ ആദ്യം ആകർഷിക്കുന്നത് പരമ്പരാഗത കല്ല് വീടുകളാണ്. പ്രാദേശിക ഗ്രാനൈറ്റിൽ നിർമ്മിച്ച ഈ വീടുകൾ തടി കൊണ്ടുള്ള ഷട്ടറുകളും വർണ്ണാഭമായ പൂപ്പെട്ടികളും കൊണ്ട് സന്ദർശകരെ താൽക്കാലികമായി നിർത്തി അവയുടെ ഭംഗി ആസ്വദിക്കാൻ ക്ഷണിക്കുന്ന ഒരു നാടൻ ചാരുത പകരുന്നു. കല്ലുകളുടെ
മണ്ണിൻ്റെ സ്വരങ്ങൾ ചുറ്റുമുള്ള പച്ചപ്പുമായി ഇണങ്ങിച്ചേരുന്നു. സാന്താ മരിയ മഗിയോറിൻ്റെ ഒരു പ്രത്യേകത സാന്താ മരിയ അസുന്ത സ്കൈലൈനിൽ ആധിപത്യം പുലർത്തുന്നത് സാന്താ മരിയ അസുന്തയുടെ ആശ്വാസകരമായ പള്ളിയാണ്. അതിൻ്റെ വെളുത്ത മുഖവും മനോഹരമായി അലങ്കരിച്ച മണിഗോപുരവും കൊണ്ട് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും. 16-ാം നൂറ്റാണ്ടിലെ ഈ പള്ളി ഗ്രാമത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തിൻ്റെ തെളിവായി നിലകൊള്ളുന്നു. ട്രെയിൻ കടന്നു പോകുമ്പോൾ സങ്കീർണമായ ഫ്രെസ്കോകളും വിശദമായ വാസ്തുവിദ്യാ ഘടകങ്ങളും ശ്രദ്ധയിൽപ്പെടുന്നു. നമ്മളിപ്പോൾ സെൻറ്റ് മരിയ മഗോറി എന്നുള്ള സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇത് പ്രദേശത്തിൻ്റെ കലാവൈഭവം പ്രകടമാക്കുന്നു. ഗ്രാമപൈതൃകത്തിൻ്റെ കഥകൾ പ്രതിധ്വനിക്കുന്ന ഭൂതകാലത്തിൻ്റെ ഒരു നേർക്കാഴ്ച പ്രദാനം ചെയ്യുന്ന മണിമാളിക പ്രാധാന്യത്തിന് ഉയർന്നു നിൽക്കുന്നു. ആകർഷകമായ ചതുരങ്ങളും മുറ്റങ്ങളും പള്ളിയോട് ചേർന്ന് കെട്ടിടങ്ങൾക്കിടയിൽ ചെറിയ ചതുരങ്ങൾ ഉയർന്നു വരുന്നു. ഇത് ഗ്രാമീണർക്കും സന്ദർശകർക്കും ഒരുപോലെ ഒത്തുചേരാനുള്ള ഇടങ്ങൾ സൃഷ്ടിക്കുന്നു. ചടുലമായ പൂക്കളും വിചിത്രമായ ബെഞ്ചുകളും നിറഞ്ഞ ഈ പ്രദേശങ്ങൾ നടക്കുന്ന സജീവമായ ഇടപെടലുകൾ സങ്കല്പിക്കാൻ യാത്രക്കാരെ ക്ഷണിക്കുന്നു. ഔട്ട്ഡോർ ഇരിപ്പിടങ്ങളുള്ള കഫേകൾ തെരുവിലേക്ക് ഒഴുകുന്നു. അവിടെ പ്രദേശവാസികൾ അവരുടെ എക്സ്പ്രസ്സോ ആസ്വദിക്കുന്നു. അവരുടെ ചുറ്റുപാടുകളുടെ ശാന്തതയിൽ മുഴുകുന്നു. ഇതാണ് ഒരു കല്ലിൻ്റെ വീട് നമ്മൾ പറഞ്ഞ് അത് കല്ല് വീട് കണ്ട് ആർട്ടിസാനൽ ഷോപ്പുകളും സ്റ്റുഡിയോകളും ഇടതുവശത്ത് ചെറിയ ആർട്ടിസാനൽ ഷോപ്പുകൾ താമസ സ്ഥലങ്ങൾക്കിടയിലുണ്ട്. കരകൗശല വസ്തുക്കൾ, പ്രാദേശിക കലാസൃഷ്ടികൾ, പ്രദേശത്തിൻ്റെ സംസ്കാരവും പൈതൃകവും പ്രതിഫലിപ്പിക്കുന്ന ആകർഷകമായ സുവനീറുകൾ എന്നിവ ഇവിടെ കാണാം. കൈകൊണ്ട് വരച്ച സെറാമിക്സിൻ്റെ ഊഷ്മളമായ തിളക്കവും നെയ്ത തുണിത്തരങ്ങളുടെ സങ്കീർണമായ ഡിസൈനുകളും തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട കരകൗശലത്തിൻ്റെ കഥകൾ പറയുന്നു. പ്രകൃതിയും ശാന്തതയും. കെട്ടിടങ്ങൾക്കിപ്പുറവും പ്രകൃതി മയങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഒഴുകുന്ന വെള്ളത്തിൻ്റെ ശബ്ദത്തോടെ യാത്രയ്ക്ക് ശാന്തമായ ശബ്ദ ട്രാക്ക് പ്രദാനം ചെയ്യുന്ന വെള്ളത്തിൻ്റെ കുമിളകൾ ദൂരെ കാണാം. ട്രെയിൻ സ്റ്റേഷന് അടുത്തേക്ക് നീങ്ങുമ്പോൾ ഗ്രാമത്തെ ചുറ്റിപ്പറ്റിയുള്ള സമൃദ്ധമായ കുന്നുകൾ വെളിപ്പെടുത്തുന്നതിനെ കാഴ്ച വികസിക്കുന്നു. ഉയരമുള്ള മരങ്ങൾ കാറ്റിൽ മൃദുവായി നൃത്തം ചെയ്യുന്ന അവയുടെ ഇലകൾ രംഗം മനോഹരമായി രൂപപ്പെടുത്തുന്നു. പ്രദേശത്തെ വലയം ചെയ്യുന്ന സമാധാനബോധം വർദ്ധിപ്പിക്കുന്നു. പ്രകൃതി ലോകത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച പരിസ്ഥിതിയുടെ സംയോജനമാണ് സാന്താ മരിയ മഗിയോറിനെ നിർവചിക്കുന്ന യോജിപ്പുള്ള മിശ്രിതം. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന ഈ റെയിൽവേ ട്രാക്കിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ നേരെ മുന്നോട്ട് നോക്കിയാൽ കാണാം, ആ സൈഡിൽ മലകൾ ഉയർന്നു നിൽക്കുന്നു. അതുപോലെ നമ്മൾ ഈ ട്രെയിനിൻ്റെ മറ്റേ സൈഡിൽ നിന്ന് നോക്കിയാലും ആ സൈഡിലും ഇങ്ങനെ മലകൾ ഉയർന്നു നിൽപ്പുണ്ട്. അതിൻ്റെ രണ്ട് മലകൾക്ക് നടുവിലുള്ള നല്ല നിരപ്പായ പാതയിലൂടെയാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇടതുവശത്തായിട്ട് ഇപ്പോൾ നമുക്ക് ഇത് റോഡ് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ വീടുകളും കൃഷിസ്ഥലങ്ങളും പച്ചപ്പുൽമേടുകളും ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ ഒരു പ്രകൃതി പോകുന്നത്. നമ്മൾ ജനീവയിലൊക്കെ കണ്ട പോലെ വഴിയുടെ സൈഡിൽ ഇങ്ങനെ മരങ്ങളുടെ കമ്പുകൾ മുഴകൾ പോലെയായി നിൽക്കുന്ന കുറേ മരങ്ങൾ നമ്മളവിടെ വഴിയുടെ സൈഡിൽ ശ്രദ്ധിച്ചു. അതേപോലെയുള്ള സെയിം മരങ്ങളാണ് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ കാണുന്നത്, ഈ ബിൽഡിങ്ങിന് മുന്നിലൊക്കെ. പക്ഷേ അതൊന്നും വെട്ടി അതിൻ്റെ കൊമ്പുകളൊന്നും കോതി അതൊന്നും റെഡിയാകാത്തതുകൊണ്ട് കഴിഞ്ഞ വർഷം തന്നെ ഇത് ഈ കിളിർത്ത ആ ബ്രാഞ്ചസൊക്കെ അതേപടി നിൽക്കുകയാണ്. പക്ഷേ സ്വിറ്റ്സർലൻഡിലൊക്കെ അവരതിനെ നല്ല ഭംഗിയായിട്ട് ഈ തണുപ്പ് വരുമ്പോഴത്തേനും അതിൻ്റെ കൊമ്പെല്ലാം വെട്ടി ഒതുക്കി അതെല്ലാം ക്ലിയർ ചെയ്യും. അപ്പം ആ തണുപ്പ് കാലം കഴിയുമ്പം പിന്നെയും വീണ്ടും ഈ പൊട്ടിമുളച്ച് ഇങ്ങനെ കിളിർത്ത് വന്നുകൊണ്ടിരിക്കും. ലക്കോർണോയിൽ നിന്ന്
സെൻട്രൽ വാലി റെയിൽവേ വഴി സാന്താ മരിയ മാഗ്യോറിലേക്കുള്ള ഈ യാത്ര പ്രകൃതിയുടെ സൗന്ദര്യവും സാംസ്കാരിക വാസ്തുവിദ്യയുടെ സമൃദ്ധിയും പ്രദർശിപ്പിക്കുന്ന ഒരു ദൃശ്യവിരുന്നാണ്. സാന്താ മരിയ മാഗ്യോറിന് സമീപമുള്ള കാഴ്ചകൾ, പ്രത്യേകിച്ച് ഇടതുവശം ആകർഷകമായ കെട്ടിടങ്ങൾ നിറഞ്ഞതാണ്. യാത്രക്കാർക്ക് കൂടുതൽ കാര്യങ്ങൾക്കായി കൊതിക്കുന്ന അവിസ്മരണീയമായ അനുഭവം സൃഷ്ടിക്കുന്നു. അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ രൂപകൽപ്പന ചെയ്ത ഈ മനോഹരിത ഗ്രാമം റൂട്ടിലെ ഒരു സ്റ്റോപ്പ് മാത്രമല്ല, ഇറ്റാലിയൻ ആൽപ്സിൻ്റെ സാരാംശം ഉൾക്കൊള്ളുന്ന ഒരു ലക്ഷ്യസ്ഥാനമാണ്. തീവണ്ടിയിൽ നിന്നുള്ള ഓരോ നോട്ടവും സമയം നിശ്ചലമായി നിൽക്കുന്ന ഒരു ലോകത്തിലേക്കുള്ള ഒരു നേർക്കാഴ്ച നൽകുന്നു. പിഗോസ താഴ്വരയുടെ സൗന്ദര്യം താൽക്കാലികമായി നിർത്താനും അഭിനന്ദിക്കാനും ആശ്ലേഷിക്കാനും കാണുന്ന എല്ലാവരെയും ക്ഷണിക്കുന്നു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൻ്റെ ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചാനലിന് ഒരു പോപ്പുലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുക. നമ്മുടെ ഈ രണ്ടാമത്തെ ഭാഗം, ഈ ട്രിപ്പിൻ്റെ ലൊക്കാർണോയിൽ നിന്ന് ഡൊമോഡോസോള വരെയുള്ള ഈ സെൻട്രൽ വാലി എക്സ്പ്രസ് യാത്രയുടെ രണ്ടാമത്തെ ഭാഗമാണ്. ഇത് ഓൾമോസ്റ്റ് തീരുകയാണ്. നമ്മളിനി അവസാന ഭാഗം, ഈ യാത്ര ഇത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഡൊമോഡോസോളയുടെ തൊട്ടുമുമ്പിലത്തെ സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങി. അവിടെ തിരിച്ചുള്ള വണ്ടി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ സമയം പോകുന്നതുകൊണ്ട് അതിൻ്റെ തൊട്ടുമുള്ള സ്റ്റേഷനിൽ ഇറങ്ങി തിരിച്ചു കിടന്ന വണ്ടിയിൽ കയറി പോരുകയാണ് ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.